ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിയമോപദേശം തേടാൻ SIT. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. PS പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെ പ്രത്യേകം കേസെടുക്കണോ എന്നതിൽ തീരുമാനമായില്ല. ഇതോടുകൂടി തന്നെ സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നിയമോപദേശം തേടുകയാണ്. PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ പ്രത്യേകം കേസെടുക്കണമോ എന്ന കാര്യത്തിൽ നിലവിൽ പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, പുതിയൊരു കേസ് എടുക്കുന്നതോടുകൂടി തന്നെ ഇത് കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു കേസ് കൂടി ചേർത്താൽ വീണ്ടും കാലതാമസം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ മറ്റൊരു കാരണമായി പറയുന്നത്. അതേപോലെ തന്നെ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് നിയമോപദേശം തേടുന്നത്. നിലവിലെ അന്വേഷണത്തോടൊപ്പം തന്നെ ഈ വിഷയവും ഉൾപ്പെടുത്തുമോ അതോ പുതുതായി തന്നെ കേസെടുത്ത് അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കമായി പറയുന്നത്. പുതുതായി തന്നെ കേസെടുത്താൽ അത് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിക്കാൻ കാരണമാകുമെന്നതാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. കൂടാതെ തന്നെ കോടതി ഉത്തരവിൽ പുതിയ കേസെടുക്കണമെന്നും പ്രത്യേകം അവിടെ നിർദ്ദേശിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ SITയെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ നിയമവിദഗ്ധരുടെ ഉപദേശം തേടാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് പുതിയ പ്രതിപട്ടിക പുറത്തു വന്നത്. ഭരണത്തിന്റെ അവസാന കാലത്ത് LDFും CPMും ഭയപ്പെട്ടിരുന്നത് ഭരണം അവിടെ നഷ്ടമായതിനു ശേഷം, അല്ലെങ്കിൽ അവരെന്താണോ ആ ഒരു ഭരണത്തിൽ ഇരുന്നപ്പോൾ അവർക്കുണ്ടായ ഭയപ്പാട്, അതിപ്പോൾ ഭരണം നഷ്ടമായ ശേഷം സംഭവിച്ചിരിക്കുകയാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പ്രവർത്തിച്ച ദേവസ്വം ബോർഡിന് പിന്നാലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവിടെ ദേവസ്വം ബോർഡും ഇപ്പോൾ അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന S. പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ വലിയ രീതിയിൽ അവർ അന്വേഷണത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതിപട്ടികയിലേക്ക് അവർ ഇടം പിടിച്ചിരിക്കുകയാണ് എന്നതാണ് വസ്തുത. ഭരണത്തിൽ ഇല്ലെങ്കിലും CPMന്റെയും LDFിനെയും രാഷ്ട്രീയമായി തന്നെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിയായി തന്നെ പറയുന്നത്. ഇതിനിടെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ PS പ്രശാന്ത് ഗുരുതര ആരോപണവുമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നും മുഖ്യമന്ത്രി VD സതീശനും ദേവസ്വം മന്ത്രി K. മുരളീധരനും തന്നെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്നാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ എത്രത്തോളം സ്വാധീനിക്കുമെന്നതും ഒരു പ്രധാന ചോദ്യമാണ്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന മൂന്നാമത്തെ CPM നേതാവാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിപട്ടികയിലെത്തുന്നത്. നേരത്തെ A. പത്മകുമാറും N. വാസുവും കേസിൽ പ്രതികളായിരുന്നു. ഇവരിൽ A. പത്മകുമാറിനെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിൽ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്ന് CPM സംഘടനാ നടപടിയും സ്വീകരിച്ചിരുന്നു. അതേസമയം മുൻ ദേവസ്വം ബോർഡ് അംഗമായ PD സന്തോഷ് ആകട്ടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി SITക്ക് കത്ത് നൽകിയിരുന്നു. അതിൽ പോലും നിലവിൽ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2025 ജൂലൈയിൽ മാത്രമാണ് അദ്ദേഹം സ്ഥാനമേറ്റതെന്നും അതിനുശേഷം നടന്ന സ്വർണം പൂശൽ പദ്ധതിയുടെ ആസൂത്രണത്തിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുതിയ പ്രതികളും കൂടുതൽ തെളിവുകളും പുറത്തു വരുമോ എന്നതും അന്വേഷണം ഇനിയും ആരെങ്കിലും ഒക്കെ തന്നെ ഇതിലേക്ക് ഉൾപ്പെട്ടുകൊണ്ട് അതിലേക്ക് വ്യാപിപ്പിക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.